അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ഒരു ചെറിയൊരു വിഷയം പറഞ്ഞ് ആ വിഷയം നാം ചെയ്യുകയാണെങ്കിൽ അവനിക്ക് സ്വർഗത്തിലെ 8 വാതിലുകൾ തുറക്കപ്പെടുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്ര വലിയൊരു പ്രതിഫലം കിട്ടണമെങ്കിൽ എത്ര വലിയൊരു അമലും ചെയ്യേണ്ടി വരും. പക്ഷേ മുത്തുനബി നമ്മൾക്ക് സാധിക്കുന്ന ഒരു ചെറിയ വിഷയം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊന്ന് ചെയ്യുകയാണെങ്കിൽ ഈ വലിയ പ്രതിഫലം കിട്ടുമെന്നാണ്. എന്താണ് ആ പ്രവൃത്തി? മുത്തുനബിയുടെ ഹദീസ് കാണാം. മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ فيبلغ ثم يقول أشهد أن لا إله إلا الله وأن محمدا عبده ورسوله إلا فتحت له أبواب الجنة. മുത്തുനബി ഇതിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉദൂഇനെ കുറിച്ചാണ്. നാം എല്ലാ ദിവസം ഉദൂ ചെയ്യുന്നവരാണ്, ചെയ്യേണ്ടവരുമാണ്. പക്ഷേ അതൊന്ന് ശരിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതേ മുത്തുനബി ഹദീസിൽ പറഞ്ഞത്, നല്ല നിലക്ക് പൂർണ്ണതയോടുകൂടെ ഒരാൾ ഉദു എടുക്കുകയും എന്നിട്ടോ സുമ്മയക്കൂലു ഉദുവിൻ്റെ ശേഷം നാം ചെറുപ്പത്തിൽ തന്നെ നാം പഠിച്ചു വെച്ച ഒരു ദുആയുണ്ടല്ലോ, ആ ഉദുവിൻ്റെ ശേഷമുള്ള ദുആ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് മുത്തുനബി പറഞ്ഞത്. സ്വർഗത്തിലെ എല്ലാ വാതിലുകളും അവനിക്ക് തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യുഹാ ശാ, അവന് ഏത് വാതിൽ വേണമെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അവനെ കൊണ്ട് സാധിക്കുമെന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചെറിയ അമലാണ്, നാം ചെയ്യുന്ന എല്ലാ ദിവസം ചെയ്യുന്ന അമലാണ്. ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രതിഫലമാണെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഓർക്കുക. ഉദൂഇന്റെ മഹത്വത്തെക്കുറിച്ച് മുത്തുനബി എത്രയോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉദൂഅ. എല്ലാ ഹദീസിലും മുത്തുനബി അതൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഉദൂ എടുത്ത് എന്ന് പറഞ്ഞ് മുത്തുനബി നിർത്തിയില്ല. അവൻ്റെ ഉദൂ അവൻ ചന്തമാക്കി, ഭംഗിയാക്കി. എന്തിനാ മുത്തുനബി അങ്ങനെ പറഞ്ഞത്? പലപ്പോഴും നമ്മുടെ ഉദൂ അശ്രദ്ധയോടുകൂടെ, ഗഫലത്തോടുകൂടെ എന്തോ അതൊരു കാട്ടിക്കൂട്ടൽ ആയി പോകുന്നുണ്ട്. അങ്ങനെ ആകാതെ ഒരാൾ ഉദൂ ചെയ്യുകയാണെങ്കിൽ ഖറജത്ത് ഖതായ, അവൻ്റെ എല്ലാ ദോഷങ്ങളും അതിലൂടെ പുറപ്പെട്ടു പോവുകയാണെന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസ് കാണാം, ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ഗുറം വഅജ്ജലീന മിൻ അസരിൽ ഉദൂഇ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്! എല്ലാവരും പേടിക്കപ്പെടേണ്ട, എല്ലാവരും പേടിക്കപ്പെടുന്ന നാളെ യൗമുൽ ഖിയാമയിൽ, ആഖിറത്തിന്റെ ദിവസത്തിൽ, അതേ എൻ്റെ ഉമ്മത്തുകൾന്ന് ചില ആൾക്കാർ ഗുറം വഅജ്ജലീന, കൈക്കാലുകൾ പ്രകാശിക്കുന്നവരായിട്ട്, മുഖം പ്രകാശിക്കുന്നവരായിട്ട് ഒരു കൂട്ടം ആൾക്കാർ നാളെ ഖിയാമത്ത് നാളിൽ അവിടെ പ്രത്യക്ഷപ്പെടും. അവരെ കാണുമ്പോഴേക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നും. ഞാൻ എങ്ങനെ ആയിരുന്നെങ്കിലേ എന്ന് കൊതിച്ചു പോകും, ഞാൻ ആ കൂട്ടത്തിൽ പെട്ടിരുന്നെങ്കിലേ എന്ന് കൊതിച്ചു പോകും. എന്താ കാരണം? മിൻ അസരിൽ ഉദൂഇ, ഉദൂഇന്റെ ആ പ്രകാശമാണ് ഉദൂ അവരുടെ ജീവിതത്തിൽ ഭംഗിയായി ചെയ്തു. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞു, ഫമിനിസ്തതാഅ മിൻകും, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉദൂഇനെ നിങ്ങൾ ഭംഗിയാക്കുക. ഇത്രയെല്ലാം പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എപ്പോഴും ചെയ്യുന്ന ഒരു അമലാണ്, ഗൗരവത്തോടു കൂടെ കാണുക. പ്രതിഫലം ചെറുതല്ല. സുബ്ഹാനഹു വ തആല ആ അമലിനെ ഭംഗിയാക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.